ഷഫീഖ് താമരശ്ശേരി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഫീഖ്, ശരീരം തന്നെ ചിന്നിച്ചിതറി കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ഇങ്ങനെ വരി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ കരച്ചിൽ, അവർക്ക് മീതെ വന്നു വീഴുന്ന ബോംബുകൾ, ഇതൊക്കെയാണ് ഗാസയിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി അതിലേറെ വലുതാണ്. എത്ര കാലമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന ഓരോ വിവരങ്ങളും ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ എം ലീലാവതിയെ പോലുള്ള ഒരാൾ അതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്തുമ്പോൾ ഇങ്ങനെ പ്രകോപിതരാവുന്നത് ഒരു വലിയ സംഘം. ഗാസയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷഫീഖ്? അതുതന്നെയാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ലോകത്ത് സാംസ്കാരിക പ്രവർത്തനവും എഴുത്തും ചലച്ചിത്ര പ്രവർത്തനവും അടങ്ങുന്ന എല്ലാതരം സാംസ്കാരിക പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് എല്ലാതരം അനീതികളെയും തുറന്നു തീർത്തുകൊണ്ട് തന്നെയാണ്. മലയാളത്തിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ആദരണീയരായ ഒരു എഴുത്തുകാരി ഇത്തരത്തിൽ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ പൊതുസമക്ഷം വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് അങ്ങേയറ്റം സങ്കടമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം ഗാസയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലോക മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ അനുദിനം നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക ലോകത്ത് ഏറ്റവും ക്രൂശിക്കപ്പെട്ട, ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ വംശഹത്യക്കിരയാക്കപ്പെടുന്ന ജനത എന്ന് തന്നെ നിസ്സംശയം ഗാസയിലെ ജനതയെ നമുക്കിന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടത് 20,000-ലധികം കുട്ടികളാണെന്നാണ് യുനെസ്കോയും യൂണിസെഫും അടങ്ങുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗാസയിലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരവും അവിടെ മരണപ്പെട്ട മനുഷ്യരുടെ, കുട്ടികളുടെ, പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട മനുഷ്യരെന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം. കുട്ടികളുടെ കണക്ക് 20,000-ലധികമാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട്. 65,000-ലധികം ആളുകൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം, ആധുനികരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യ ശതകോടികൾ വാഴുന്ന ഈ ലോകത്ത് ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒരു ചെറിയ പ്രദേശത്ത് 65,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ആഗോള യുദ്ധമര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആശുപത്രിയിലടക്കം മനുഷ്യർക്ക് നേരെ ബോംബ് വർഷിക്കുന്ന കാഴ്ചയെ നമുക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക? ഇത്രമേൽ ഭീകരമായി, ഇത്രമേൽ ക്രൂരമായി വേട്ടയാടപ്പെടുന്ന, ഇത്രമേൽ ലോക ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നു എന്ന തരത്തിലേക്ക് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനത മറ്റെവിടെയുമില്ല. അവിടെ ഭക്ഷണത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി കുഞ്ഞുങ്ങൾ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കണ്ണീരോടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് റോക്കറ്റ് മിസൈലുകളെ വർഷിക്കുന്ന, അതിലൂടെ ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന കാഴ്ചയെ, അത്രമേൽ ഭീകരമായ ഒരു ഏകാധിപത്യം ഒരു ചെറിയ പ്രദേശത്തെ അടിമുടി തകർത്തെറിയുന്ന സമയത്ത്, സമ്പന്നമായ ഭൂതകാലം ഉണ്ടായിരുന്ന, പരസ്പരം മനുഷ്യർ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന, വലിയ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്ന ഒരു നാട് ഇന്ന് കൂട്ടക്കുഴിമാടകളുടെ ശവപ്പറമ്പായി മാറുന്ന കാഴ്ചയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകൾ പോലും വേട്ടയാടപ്പെടുന്ന വിധത്തിലേക്ക് വിദ്വേഷ രാഷ്ട്രീയം നമ്മുടെ മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഗാസയിലേക്ക് ഭക്ഷണം എത്തിയില്ലെങ്കിൽ 14,000 കുട്ടികൾ മരണപ്പെടേണ്ടി വരും എന്നുള്ള നടുക്കുന്ന യാഥാർത്ഥ്യം അന്താരാഷ്ട്ര ഐക്യസംഘടനകൾക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട്. അത്രമേൽ ഭീകരമാണ് അവിടെയുള്ള കാഴ്ച. ആശുപത്രികൾക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ രോഗികളെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. അവശേഷിക്കുന്ന കുഞ്ഞുങ്ങൾ, അതായത് ഭക്ഷണത്തിന് വേണ്ടി പോഷകാഹാരക്കുറവിൻ്റെ മുന്നിൽ ഓരോ മണിക്കൂറിലും ഒരു കുഞ്ഞ് ഗാസയിൽ മരിച്ചു വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കണക്ക്. നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറിൽ പോലും ഒരു കുട്ടി ഗാസയിൽ മരിച്ചു വീഴുന്നുണ്ടാവും. അങ്ങനെ ഇത്രയധികം കുഞ്ഞുങ്ങൾ, അതിൽ തന്നെ 20,000 കുട്ടികൾ മരണപ്പെട്ടതിനകത്ത് 1 വയസ്സ് പോലും തികയാത്ത ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആര് ചെയ്ത തെറ്റിൻ്റെ പുറത്താണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഏറ്റവും ഭീകരമായൊരു യാഥാർത്ഥ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കപ്പെടുന്നത്? ഇത്രമേൽ നടുങ്ങുന്ന ഒരു യാഥാർത്ഥ്യം ഗാസയിൽ നമുക്ക് മുന്നിൽ അവശേഷിക്കുകയാണ്. ഈ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് മറ്റൊരു ജനതയും, മറ്റൊരു ഭൂമികയും, മറ്റൊരു പ്രദേശവും ഇത്രമേൽ രൂക്ഷമായ, ഇത്രമേൽ മനുഷ്യത്വരഹിതമായ, ഇത്രമേൽ ഹീനമായ ഒരു ആക്രമണം, ഇത്രമേൽ വംശഹത്യക്ക് ഇരയായിട്ടുണ്ടാവില്ല. അത് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അവിടെ ഭക്ഷണമില്ലാതെ, ആരോഗ്യ സംരക്ഷണ മാതൃകകളില്ലാതെ, ചികിത്സയില്ലാതെ കുഞ്ഞുങ്ങൾ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന കുഞ്ഞുങ്ങൾക്കാകട്ടെ അവരുടെ ഉറ്റവരില്ല, ഉടയവരില്ല, ബന്ധുക്കളില്ല, അവരെ ശുശ്രൂഷിക്കാനോ പരിപാലിക്കാനോ ആരുമില്ല. എല്ലാം നഷ്ടപ്പെട്ട ശവക്കൂനകൾ മാത്രമുള്ള ഒരു ദുരന്ത ഭൂമിയായി ഗാസ മുനമ്പ് ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി, മനുഷ്യാവകാശത്തിൻ്റെ, നീതി നിഷേധത്തിൻ്റെ, വംശഹത്യയുടെ, എല്ലാതരം അധിനിവേശത്തിൻ്റെയും ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ അതിജീവനം എന്നുള്ളത് വലിയ തന്നെ ഗാസയുടെ യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെയാണ് ഡോക്ടർ എം ലീലാവതിക്ക് നേരെ, ആ കുഞ്ഞുങ്ങളുടെ വിഷമത്തെക്കുറിച്ച്, അവരുടെ പട്ടിണിയെക്കുറിച്ച് പറഞ്ഞ ഒരു വയോധികയ്ക്ക് നേരെ ഇത്രയധികം സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു.